രസം ഉണ്ടാക്കാം. ചോറ് കഴിക്കാനേ ഈ രസം മാത്രം മതി, അത്രയ്ക്ക് ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറയാനും മറക്കല്ലേ. ഉണ്ടാക്കാൻ എളുപ്പമാണ്. 1 സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. ഇനി കടുക് ചേർത്ത് പൊട്ടിയ ശേഷം 1/2 സ്പൂൺ ഉലുവ ചേർക്കണം. അതുപോലെ 1/4 സ്പൂൺ ജീരകം ചേർത്തിട്ട് കറിവേപ്പിലയും പിന്നെ തൊലിയോടുകൂടെ തന്നെ ചതച്ച വെളുത്തുള്ളിയും ചേർത്ത് ചെറുതീയിൽ വഴറ്റാം. ലോ ഫ്ലെയിമിൽ വഴറ്റിയാൽ ഒട്ടും കരിയാതെ നല്ല മണം വരും. ഇനി 2 ടൊമാറ്റോ കനം കുറച്ച് കട്ട് ചെയ്ത് ചേർക്കാം. കൂടെ 3 പച്ചമുളക്, 1 സ്പൂൺ കായപ്പൊടി, മുഴുവൻ കായ ഉണ്ടെങ്കിൽ അത് ചേർക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ചെറിയ പീസ് ശർക്കര. ഇനി വേണ്ടത് 1 സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ പാകത്തിന് ഉപ്പും ചേർക്കാം. ഇതെല്ലാം കൂടെ വഴറ്റാം. ലോ ഫ്ലെയിം തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെ ടൊമാറ്റോ സോഫ്റ്റായി കിട്ടണം. ഇങ്ങനെ സോഫ്റ്റായ ടൊമാറ്റോയിലേക്ക് നെല്ലിക്ക വലിപ്പം പുളിയുടെ വെള്ളം ചേർക്കാം. ഇതിൻ്റെ കൂടെ മല്ലിയില തണ്ടോടുകൂടെ തന്നെ ചേർത്തിട്ട് പിന്നെയും 8 വെളുത്തുള്ളി തൊലിയോടുകൂടെ തന്നെ ചതച്ച് ചേർക്കണം. ഇനി 1 സ്പൂൺ കുരുമുളക് പൊടി പിന്നെ 1/4 സ്പൂൺ ജീരകപ്പൊടിയുമാണ് ചേർക്കേണ്ടത്. ഇതെല്ലാം കൂടെ ചെറുതീയിൽ തിളക്കട്ടെ. ഈ സമയം 2 ടേബിൾ സ്പൂൺ സാമ്പാർ പരിപ്പ് 1 കപ്പ് വെള്ളം ചേർത്ത് കുക്ക് ചെയ്യാം. എന്നിട്ട് മാഷ് ചെയ്ത്, അതായത് പരിപ്പുണ്ടെന്നേ തോന്നാത്ത രീതിയിലാക്കി തിളച്ചുകൊണ്ടിരിക്കുന്ന രസക്കൂട്ടിലേക്ക് ചേർക്കാം. കൂടെ മല്ലിയിലയും ചേർക്കണം. ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, തിളയ്ക്കാൻ പാടില്ല. നല്ല ചൂടായി വരുമ്പോൾ തന്നെ മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊരു രസം തന്നെയാണ്. പ്രൊസീജിയേഴ്സ് എല്ലാം അതേപടി ഫോളോ ചെയ്ത് ഇതേ മെഷർമെൻറ്റ്സിൽ ഉണ്ടാക്കിയാൽ ഈ ടേസ്റ്റ് തന്നെ കിട്ടും. പരിപ്പ് ചേർത്തിട്ട് പിന്നെ തിളയ്ക്കണ്ട, നന്നായി ചൂടായാൽ മാത്രം മതി. അതുപോലെ ലോ ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട, അത് തനിയെ ആയിക്കോളും. ഈ രസം കഴിക്കാൻ നന്നായിരിക്കും.